ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാത്തവർക്ക് വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ വീട്ടിൽ കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ട്രിക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ടൈറ്റിൽ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും, മൺചട്ടിയിലാണെന്ന് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. മൺചട്ടിയിൽ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കേണ്ടത് 2 ഒരേ വലിപ്പത്തിലുള്ള മൺചട്ടിയാണ്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഗ്യാസ് സ്റ്റൗവ് ഇല്ലാത്തവർക്ക് സാധാരണ നമ്മൾ വിറക് കത്തിക്കുന്ന അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിനകത്ത് ഇതുപോലത്തെ ഒരു പാത്രം ഇറക്കി വെക്കുന്ന സ്റ്റാൻഡ് കൂടെ വെച്ചിട്ട് രണ്ടാമത്തെ ചട്ടി വെച്ച് ഇതുപോലെ കമഴ്ത്തി മൂടി വെക്കുക. സ്റ്റൗവിലാണ്, ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം. ഞാനിപ്പോൾ 1/2 കിലോയുടെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ബാറ്ററാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു 1/4 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ നല്ല ഡാർക്ക് കൊക്കോ പൗഡറും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് അരിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഒരു മരത്തവിയോ ഒരു സ്പൂണോ വെച്ച് മിക്സ് ചെയ്താൽ മതി. ഇതുപോലെ വിസ്കൊന്നും വേണമെന്നൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാക്കിയുള്ള ചേരുവകളൊക്കെ റെഡിയാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കോഴിമുട്ട, പിന്നെ 1/2 കപ്പ് പൊടിച്ച് വെച്ച പഞ്ചസാര, അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പഞ്ചസാരയും മുട്ടയും കൂടെ നന്നായി മിക്സായിട്ട് വരണം. ഒരു സാധാരണ മരത്തവി വെച്ച് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് ഞാൻ സ്ഥിരമായിട്ട് കേക്ക് ഉണ്ടാക്കുന്ന ആളായതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം നമ്മൾ ചേർക്കുന്നത്. ഫ്രിഡ്ജിൽ നിന്നൊന്നും എടുത്ത പാടി നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അത് നന്നായി മിക്സ് ആയതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് വേണമെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് 1/4 കപ്പ് എടുത്ത് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഇത് നന്നായി മിക്സായി യോജിച്ച് വന്നതിന് ശേഷം മാത്രം അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മൈദയും കൊക്കോ പൗഡറും ഒക്കെ ചേർന്ന മിക്സ് ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ എല്ലാം യോജിച്ച് വരണം. എന്നാലേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ടും ഫ്ലഫി ആയിട്ടും ഒക്കെ വരികയുള്ളൂ. എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുള്ള ഈ ബാറ്റർ ഇനി നമ്മൾ ഒരു മോൾഡിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ മോൾഡ് ഉള്ളതുകൊണ്ട് തന്നെ ഞാനൊരു 5 ഇഞ്ചിൻ്റെ അലൂമിനിയത്തിൻ്റെ കേക്ക് മോൾഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ ഒരു സാധാരണ അലൂമിനിയത്തിൻ്റെ പാത്രം എടുത്താൽ മതി. അതിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് മൈദ ഇട്ടിട്ട് ഒന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് മോൾഡ് റെഡിയായി കിട്ടും. ഇനി ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നല്ലതുപോലെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിനടുത്തുള്ള എയർ ബബിൾസൊക്കെ മാറി കിട്ടും. ഇപ്പം നമ്മൾ ബാറ്റർ റെഡിയാക്കിയ സമയം കൊണ്ട് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ചട്ടി നന്നായി പ്രീഹീറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച് വെച്ചിട്ടുള്ള കേക്ക് ടീൻ ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ലെവലാണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മറ്റേ ചട്ടി എടുത്ത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 45 മുതൽ 50 മിനിറ്റ് വരെയാണ് ഞാനിത് ബേക്കാക്കി എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നിങ്ങളുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ തീയുടെ ഒക്കെ ഇതിനനുസരിച്ച് കുറച്ച് മാറ്റം വരും. എന്നിട്ടൊന്ന് ഒരു ഈർക്കിൽ വെച്ച് കുത്തി നോക്കാം. അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ കേക്ക് ടെസ്റ്റർ ഏതെങ്കിലും വെച്ചിട്ട് കുത്തി നോക്കിയിട്ട് ഉള്ളൊക്കെ വെന്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് എടുക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ ഞാൻ വെന്ത് നന്നായി തന്നെ തണുത്തതിന് ശേഷമാണ് ഇതുപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിക്കുന്നത്. ഇതിനി ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് ലെയറാക്കി എടുക്കുകയാണ്. മുകൾ ഭാഗം കുറച്ച് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങ് കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം 3 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 1/2 കപ്പ് ക്രീം ഇവിടെ നേരത്തെ തന്നെ വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രീമൊക്കെ വിപ്പ് ചെയ്യുന്ന വീഡിയോ ഞാൻ 2-3 എണ്ണം ഇട്ടതുകൊണ്ടാണ് ഇതിൽ കാണിക്കാതിരുന്നത്. അപ്പം ബീറ്റർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ 100 ഗ്രാം വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ എടുത്താൽ മതി. അതിലേക്ക് 100 ml മിൽക്കും ചേർത്ത് സ്പൂൺ വെച്ച് മിക്സ് ചെയ്താൽ വിപ്പിംഗ് ക്രീം റെഡിയായി. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ട് ഷുഗർ സിറപ്പ് വെച്ച് നന്നായി നനച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് ഷുഗർ സിറപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളത്തിൽ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് തയ്യാറാണ്. അത് വെച്ചിട്ട് നന്നായി ഒന്ന് നനച്ച് കൊടുക്കുക. അതിന് ശേഷം ഫസ്റ്റ് ലെയർ ഇതുപോലെ ക്രീം വെച്ച് കൊടുക്കുക. ക്രീം നന്നായി പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഗ്രേറ്റഡ് ചോക്ലേറ്റും അതുപോലെ ചെറീസും ഒക്കെ ഇട്ട് കൊടുക്കാം.
സാധാരണ ചെറിയാണ് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന സാധാരണ ചെറിയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റെമ്മുള്ള ചെറിയൊന്നുമല്ല. അത് നമ്മൾ പച്ചക്കറിയൊക്കെ അരിയുന്ന ഗ്രേറ്റർ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റും ഡാർക്ക് കോമ്പൗണ്ടാണ്. അപ്പോൾ ഇത് കിട്ടാത്തവർ സാധാരണ ഡയറി മിൽക്കൊക്കെ എടുത്താലും മതി, എന്നാലും ടേസ്റ്റൊക്കെ ഉണ്ടാവും. അതും ഇതുപോലെ തന്നെ ഒന്ന് ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് നമ്മൾ സെക്കൻഡ് പീസും വെച്ച് കൊടുക്കുക. കേക്കിൻ്റെ സെയിം നമ്മൾ നേരത്തെ ചെയ്തതൊക്കെ ചെയ്യാം. എന്നിട്ട് തേർഡ് പീസും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്യാം. ക്രം കോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കേക്ക് മുറിച്ചെടുക്കുമ്പോൾ അതിൽ ക്രംസ് ഉണ്ടാവും. നമ്മൾ അതിൻ്റെ മുകളിൽ ക്രീം വെച്ച് കൊടുക്കുന്ന സമയത്ത് അത് നമ്മൾ ക്രീമിൻ്റെ കൂടെ മിക്സായിട്ട് നമ്മൾ ക്രീമിൻ്റെ മേലെയൊക്കെ കാണും. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ നേരതായിട്ടൊന്ന് ക്രീം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും നമ്മൾ ഐസിങ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ പുറത്ത് കാണില്ല. അപ്പോൾ അതിനാണ് ക്രം കോട്ട് ചെയ്തെടുക്കുന്നത്. ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഐസിങ് ചെയ്ത് കൊടുക്കാം. നന്നായി ബീറ്റാക്കി എടുത്ത ക്രീം നമ്മൾ മുകളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ക്രീം മൊത്തമായിട്ട് മുകളിൽ വെച്ചിട്ട് മുകളിൽ നിന്നാണ് ഐസിങ് ചെയ്ത് തുടങ്ങുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഭാഗത്തു നിന്ന് തുടങ്ങാം. സൈഡിൽ നിന്ന് വേണമെങ്കിൽ സൈഡിൽ നിന്ന് തുടങ്ങാം, അതല്ലെങ്കിൽ മുകളിൽ നിന്നാണ് എളുപ്പമെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് തുടങ്ങാം. അതൊക്കെ നിങ്ങളുടെ ഒരു എളുപ്പം അനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നന്നായി പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമുക്ക് കഴിക്കാനുള്ളതാകുമ്പോൾ അത്രയൊരു പെർഫെക്ഷൻ ഉണ്ടായാൽ മതിയല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിത് ഫ്രോസ്റ്റിങ് ഐസിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൈഡിൽ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഫില്ലിംഗ് ആയിട്ട്, അതിൻ്റെ ബാക്കിയുള്ളത് സൈഡിലൊക്കെ വെച്ച് കൊടുത്തു. ഇനി കുറച്ച് പൈപ്പിംഗ് ബാഗിൽ ഞാൻ ക്രീം എടുത്തിട്ടുണ്ട്. പൈപ്പിംഗ് ബാഗൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. വീട്ടിലില്ലാത്തവർക്ക് വീട്ടിൽ വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് റോസെറ്റ്സ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ചെറിയും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് നമ്മളെ വീട്ടിൽ നമുക്ക് കഴിക്കാൻ വേണ്ടി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്, നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നതല്ലേ. മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.